മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആ ചെരിഞ്ഞ നടത്തവും പ്രത്യേകമായ ശബ്ദവും മലയാളികൾക്കൊരു വികാരമാണ്. എന്നാൽ ഈ പ്രശസ്തിയും ശബ്ദവും ഇനി ആർക്കും തോന്നിയതുപോലെ എടുത്ത് ഉപയോഗിക്കാം എന്ന് വിചാരിക്കണ്ട. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ഐഡൻറ്റിറ്റി ആരും മോഷ്ടിക്കരുത് എന്നുറപ്പിച്ചുകൊണ്ട് ദില്ലി ഹൈക്കോടതിയുടെ പടി കയറിയിരിക്കുകയാണ് താരം. AI-യുടെ ഈ കാലത്ത് സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കാൻ താരം നടത്തുന്ന ഈ പ്രയത്നം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ഇവിടെയാണ് പേഴ്സണൽ റൈറ്റ്സ് അഥവാ വ്യക്തിത്വാവകാശം പ്രസക്തമാകുന്നത്. ഒരു സെലിബ്രിറ്റിയുടെ പേര്, ശബ്ദം, ഒപ്പ്, ചിത്രങ്ങൾ എന്നിവ അവരുടെ അനുവാദമില്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതിനു മുൻപ് അമിതാഭ് ബച്ചനും അനിൽ കപൂറുമൊക്കെ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ആ ചുവടുവയ്പ് നടത്തുന്നു. ഇത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ഐഡൻറ്റിറ്റി ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനാണ്. ഡിജിറ്റൽ യുഗത്തിൽ ആർക്കും ആരുടെയും മുഖവും ശബ്ദവും അനുകരിക്കാം. താരത്തിൻ്റെ ശബ്ദം ഉപയോഗിച്ച് നാളെ ഒരു തെറ്റായ സന്ദേശമോ തട്ടിപ്പോ നടന്നാൽ അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിനോടും മെറ്റയോടും യൂട്യൂബിനോടുമൊക്കെ ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ഉത്തരവിടണമെന്ന് അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടത്. തൻ്റെ ശബ്ദവും ശൈലിയും തൻ്റെ മാത്രം സ്വത്താണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തതാണ് ഈ പേരും പ്രശസ്തിയുമെല്ലാം. അത് വെറും ഒരു സാങ്കേതിക വിദ്യയുടെ പേരിൽ തകർക്കാൻ അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല. താരങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പല വഴികളുണ്ട്. എന്നാൽ അവരുടെ വ്യക്തിത്വത്തെ വിൽക്കാനോ വികലമാക്കാനോ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അനാദരവാണ്. നിയമപരമായ ഈ നീക്കം സിനിമാ മേഖലയ്ക്ക് തന്നെ ഒരു മാതൃകയാണ്. മോഹൻലാൽ എന്നാൽ മലയാളികൾക്ക് വെറും ഒരു നടൻ മാത്രമല്ല, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ വികലമാക്കാൻ അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം സിനിമാ ലോകം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയെ സ്നേഹിക്കാം, പക്ഷേ അതൊരാളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടാകരുത്. ഈ നിയമ പോരാട്ടം വരാനിരിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്കുള്ള വഴികാട്ടിയാണ്. മോഹൻലാലിൻ്റെ ഈ പോരാട്ടം വിജയിക്കുമ്പോൾ അതൊരു പക്ഷേ വരാനിരിക്കുന്ന ഒരുപാട് സൈബർ ചതിക്കുഴികൾക്കുള്ള മറുപടിയാകും. സാങ്കേതിക വിദ്യ വളരട്ടെ, പക്ഷേ അതൊരാളുടെ സ്വകാര്യതയും അന്തസ്സിനെയും തകർക്കാനാവരുത്. ഈ നിയമയുദ്ധത്തിൽ പ്രിയപ്പെട്ട മോഹൻലാലിനോടൊപ്പം നമുക്കും കാത്തിരിക്കാം കോടതിയുടെ നിർണായക വിധിക്കായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.